40 വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ? 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ പല ചേഞ്ചസും വന്നു തുടങ്ങും. പലരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹായ്, വെൽക്കം ടു ഹീൽ സ്പേസ് വെൽനസ്. അപ്പോൾ നമ്മുടെ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അതിൻ്റെ കാരണം എന്താണ്, നമ്മുടെ ഫേസിന് സ്ട്രക്ചർ കൊടുക്കാനും നമ്മുടെ ഫേസിന് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന 2 പ്രോട്ടീൻസ് ഉണ്ട്, ഇലാസ്റ്റിനും കൊളാജനും. അപ്പോൾ നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മളെ ബോഡിയിൽ കുറയുന്നത് കൊണ്ട് നമുക്ക് സാഗിങ്, റിങ്കിൾസ്, ലൈൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നാച്ചുറൽ പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് ഇതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് ഫേസ് മസാജ്. ജെൻറ്റിലായിട്ട്, അധികം പ്രഷർ യൂസ് ചെയ്യാതെ ജെൻറ്റിൽ മസാജുകൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ഫേസിലെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം സാധിക്കും. അതുകൊണ്ട് തന്നെ ഫേസ് സാഗ് ചെയ്യാതെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്താനും നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്രാക്ടീസാണ്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾ നമ്മളെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസിലും നെക്കിലും ഏതെങ്കിലും നാച്ചുറൽ ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യാം. ആദ്യം നെക്ക്, അത് നമുക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കൈ മുകളിലേക്കും അടുത്ത കൈ താഴേക്കും. ഇനി പതിയെ സൈഡിലേക്ക് വരിക. ഡബിൾ ചിൻ കുറയാനൊക്കെ നല്ലതാണ് ഈ പ്രാക്ടീസ്. ഓപ്പോസിറ്റ് സൈഡ്. റിലാക്സ്. കണ്ണടച്ച് നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടാം. അടുത്തത് കൈൻ്റെ വിരലുകളൊന്നും ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ജോ ലൈനിലൂടെ പതിയെ ചെവിയുടെ താഴെ വരെ മസാജ് ചെയ്യുക. ഒരു പ്രഷറും ഇല്ലാതെ ജെൻറ്റിൽ മസാജ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ വളരെ ഹാർഡായിട്ട് പിടിച്ചു വലിക്കാനോ ഒന്നും പാടില്ല. കൈകൾ നമ്മുടെ ഫേസിലൂടെ സ്ലിപ്പ് ചെയ്ത് പോകണം. ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാതെ ചെയ്യരുത്. ഇനി കൈ ഒരു എൽ ഷേപ്പിൽ വയ്ക്കാം. തമ്പ് താഴെയും ബാക്കി വിരലും മുകളിലും. ഇവിടുന്ന് പതിയെ സ്കിന്നിനൊരു ലിഫ്റ്റ് കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ല പ്രാക്ടീസാണിത്. 3 4 lift, lift. 2 വിരലുകൾ. ഇനി പതിയെ ഫോർഹെഡിലേക്ക് വന്ന് ഫോർഹെഡിൽ നമ്മൾ താഴെ അപ്ലൈ ചെയ്യുന്നതിലും കുറച്ചുകൂടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ബാക്കിയെല്ലാം ജെൻറ്റിൽ മസാജാണ്. ഒരുപാട് പ്രഷർ യൂസ് ചെയ്യാതെ സ്കിന്നിനൊരു ഡാമേജും വരുത്താതെ വേണം ചെയ്യാൻ. ഇനി പതിയെ ഒന്ന് ഫേസ് ടാപ്പ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന എന്നാൽ നല്ലൊരു ഗ്ലോ കിട്ടുന്ന പ്രാക്ടീസുമാണ്. ടാപ്പ് 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 ടാപ്പ്. അപ്പോൾ ഒരുപാട് സമയമെടുക്കാതെ നിങ്ങൾക്ക് ദിവസവും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രാക്ടീസാണ്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.